ഇതുവരെ വൈനൊന്നും തയ്യാറാക്കി നോക്കിയില്ല എന്നാൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വെറും 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വൈന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ തയ്യാറാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് തയ്യാറാക്കാൻ പോകുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്കിക്കോ. നമുക്ക് ഒട്ടും കേടാവാതെ വൈന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. മുന്തിരി വൈനാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടിപ്സും അതുപോലെ ഫോളോ ചെയ്യുക. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തയ്യാറാക്കി നോക്കുക. 100% നമുക്കിത് ഫ്ലോപ്പ് ആവാതെ കിട്ടും കേട്ടോ. മുന്തിരി ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കത്രിക വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലാതെ നമ്മൾ കൈ വെച്ചിട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഞെട്ടൊക്കെ പൊട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കഴുകുന്ന സമയത്ത് അതിലൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുന്തിരിയുടെ നീര് നമ്മൾ വെള്ളത്തിലാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും മുന്തിരി ഉടഞ്ഞൊന്നും പോവാതെ വൃത്തിക്ക് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. മുന്തിരി കുറച്ച് സമയം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ആ ഒരു ടൈമിൽ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട വെള്ളത്തിൽ വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 3-4 വെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് തുണി കൊണ്ട് മെല്ലെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. ഓരോന്നായിട്ടൊന്നും ഒപ്പിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം മാത്രം ഒന്ന് ഒപ്പിയെടുത്തിട്ട്. സാധാരണഗതിയിൽ വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് മുന്തിരിയിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, ഓരോന്നായിട്ടൊക്കെ തുടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു അല്പം വെള്ളം ഉണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ല, നമുക്ക് അതിനൊക്കെ ഉള്ളൊരു വഴിയുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മുന്തിരിയാണ്. ഇനി നമുക്ക് വേണ്ടത് അടികട്ടിയുള്ളൊരു സ്റ്റീൽ പാത്രമാണ്. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് അലൂമിനിയം പാത്രം, ഇരുമ്പ് പാത്രം ഒന്നും എടുക്കരുത്, സ്റ്റീൽ പാത്രം തന്നെ എടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ടും വേണ്ടത് 1 കിലോ പഞ്ചസാരയാണ്. ആ 1 കിലോ പഞ്ചസാരയിൽ നിന്നാണ് 1 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വൈന് നല്ലൊരു കളറ് കിട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ കാരമലൈസ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കിലോ മുന്തിരിക്ക് 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്ന മെഷർമെൻറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് പച്ചവെള്ളമാണ്, 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പുവാണ്. ഇവിടെ ഒരു 10-12ഓളം ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്പൈസി ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 4 ഏലക്ക തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ്, അത്യാവശ്യം വലുപ്പമുള്ള 2 പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ച മുന്തിരി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ജ്യൂസിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കൊന്നും വേണ്ട, മുന്തിരി ഒന്ന് ജസ്റ്റ് ഉടഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം ഉടഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിന് അടുപ്പത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് വേണം നമ്മൾ മുന്തിരിയുടെ മിക്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഏകദേശം 2 ലിറ്റർ വെള്ളം നമ്മൾ 1.5 ലിറ്റർ ആവുന്ന രീതിയിൽ ഇത് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഈ വൈൻ ഒട്ടും കേടാവാതെ കുറേ കാലം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് തിളപ്പിച്ചിട്ട് ഇതിലുള്ള സത്ത് മുഴുവൻ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ മുന്തിരിയുടെയും അതുപോലെ സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇങ്ങനെ തിളപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 20-30 ദിവസം കൊണ്ട് തയ്യാറാക്കുന്ന വൈന് വെറും 2 ദിവസം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് വെക്കുക. ഇനി നമുക്കിതിലെ അടുത്ത മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒഴിച്ച് വെക്കേണ്ട ബോട്ടിൽ എന്ന് പറയുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക കേട്ടോ. പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റീലോ ഒന്നും എടുക്കാതിരിക്കുക. ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ളതാവണം. നമ്മൾ ഒരുപാട് തവണ ആദ്യം സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയതിന് ശേഷം ലാസ്റ്റിലായിട്ട് തിളച്ച വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുക. അത് കഴുകിയതിന് ശേഷം ഒരിക്കലും നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ തുണി വെച്ച് തുടയ്ക്കാനോ പാടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഒന്ന് വെച്ചിട്ട് തുടയ്ക്കാനോ തൊടാനോ പാടില്ല. അങ്ങനെ ഇത് ഉണക്കിയെടുക്കുക. ഇനി ഇത് അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ചെറുതൊന്നും ആവരുത്. ഇതുപോലെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം പകുതി ലെവലിൽ വരെ ഉണ്ടാവുന്നതാവണം. ഒരുപാട് കുത്തി നിറച്ചിട്ടൊന്നും ഒഴിക്കാൻ പാടില്ല.
പിന്നെ നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നേരത്തെ ഞാൻ പറഞ്ഞു 1 കിലോ പഞ്ചസാരയിൽ നിന്ന് 1 കപ്പ് മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഏകദേശം 10 ഗ്രാം ഈസ്റ്റിൽ 5 ഗ്രാമോളാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് പുതിയത് തന്നെ എടുക്കണേ. നമ്മൾ ഒരുപാട് മുന്നേ വാങ്ങി വെച്ചതൊന്നും ആവരുത്, പുതിയത് തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഇനി ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാം ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നേ കഴുകി ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് കേടാവും. അപ്പോൾ അതുകൊണ്ട് മുന്നേ കഴുകി ഉണക്കി വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇളക്കാനായിട്ട് മരത്തിൻ്റെ തവി തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസം ഇളക്കാനായിട്ട് ഈ ഒരു തവി തന്നെ എടുക്കുക. അതുപോലെ ഇത് കഴുകി ഉപയോഗിക്കരുത്. ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നിക്കൽ വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിലോ വെച്ച് ഉണക്കി എടുക്കുക എന്നല്ലാതെ നമ്മളിത് തുണി കൊണ്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കഴുകാനോ പാടില്ല. ഇനി ഇതുപോലെ വേണം നമുക്ക് കെട്ടി വെച്ചിട്ട് വെളിച്ചമൊന്നും തട്ടാത്ത വിധത്തിൽ നമുക്ക് കട്ടിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ആയിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേത്തെ ദിവസം അതേ സമയം തന്നെ നമ്മൾ എടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് സമയത്താണോ ഇങ്ങനെ ചെയ്തത് ആ ഒരു ടൈമിൽ തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി തുറന്ന് നമ്മൾ ഇന്നലെ യൂസ് ചെയ്ത അതേ മരത്തവി കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞാൽ ആ തവി പിന്നെ കഴുകാൻ പാടില്ല. പിറ്റേത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കാനോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കഴുകാനോ പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടില്ലേ ഇതുപോലെയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മരത്തവി ഇന്നലെ യൂസ് ചെയ്ത അതേ തവി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്ത ദിവസം ഇതേ തവി വെച്ച് തന്നെ ചെയ്യുക. പിന്നെ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഇളക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് കേടാവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വൈൻ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളാണ്, ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് തയ്യാറാക്കണം എന്ന് തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളിതാ 2 ദിവസം ഇളക്കിയതിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ട് വൈന് കിട്ടിയിട്ടുണ്ട്. ഷുഗർ കാരമലൈസ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ വൈനിന് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഒട്ടും ഫ്ലോപ്പ് ആവുകയും ഇല്ല. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചാൽ അത്രയും വൃത്തിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കുക. അരിക്കുന്ന സമയത്ത് മരത്തവി കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് സൂക്ഷിച്ച് വെക്കേണ്ടത് ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നമ്മളിത് അരിച്ചതിന് ശേഷവും ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ കാലം കേടാവാതെ കിട്ടും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണിത്. നല്ല ടേസ്റ്റും ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.